ഹലോ. എൻ്റെ അനിയനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും. ഞങ്ങളെപ്പോഴും മെസ്സേജൊക്കെ അയക്കും. പക്ഷേ ഈ മെസ്സേജ് അയക്കുമ്പോൾ ഇല്ലേ, ഇടയ്ക്കൊരു എടോ എന്ന് അയച്ചിട്ട് പിന്നെ കുറച്ച് നേരം മിണ്ടത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ആ ഒരു അടുത്ത മെസ്സേജ് വരുന്നവരെ എന്തും കൊണ്ടാണ് ഈ ചെറുക്കൻ വരുന്നേ എന്ന് ഓർത്തിട്ടൊരു പേടി എനിക്കുണ്ട്. അതേപോലെ ഒരു ദിവസം, അതായത് ഒരു 2 വർഷം മുന്നേ, ഒരു മെയ് 15-ാം തീയതി ഞാനും എൻ്റെ അനിയനും കൂടി രാത്രി സംസാരിക്കുവാണ് കേട്ടോ. ഞാനപ്പോൾ ദുബായിലാണ്. അപ്പം നമ്മൾ തമ്മിൽ 1.5 മണിക്കൂർ വ്യത്യാസം വെള്ളി ഇന്ത്യയുമായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ചെറുക്കനെ കാണാതെ പോയി. അപ്പം ഞാൻ വിചാരിച്ച് അവൻ ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവൻ എനിക്ക് മെസ്സേജ് അയച്ച്, എടോ തനിക്ക് പെട്ടെന്നൊന്ന് വരാൻ പറ്റുമോ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഇവനെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച നാട്ടിൽ വരുമോ എന്ന് വേണ്ടി പറഞ്ഞിട്ടുമുണ്ട് നാട്ടിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? എടോ താനൊന്ന് വേഗം വരുമോ, അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞെന്ന്. അത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണേ, അച്ഛൻ എന്ത് സുഖമില്ലാതെ വരാനാണ്? ഞാനാണെങ്കിൽ 10 മിനിറ്റ് മുന്നേ കൂടി അച്ഛൻ്റെ ഒച്ച കേട്ടതല്ലേ ഉള്ളൂ. 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 10 മണിക്ക് മുന്നേ ഞാൻ അച്ഛൻ്റെ സംസാരം കേട്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ അനിയൻ പറഞ്ഞു, ചേച്ചി വേഗം വാച്ചിന് സുഖമില്ല എന്ന് പറഞ്ഞു. ഇതവൻ വിളിച്ച് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ ഞാൻ ചേട്ടനെയാണ് കേട്ടോ വിളിച്ചത്. ഇവനായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ അത് കഴിഞ്ഞ് ചേട്ടനെ വിളിച്ച് കഥയൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞതും ചേട്ടൻ പറഞ്ഞ്, എടാ നീ കരയണ്ട, ഞാൻ വേഗം അങ്ങ് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചേട്ടനൊക്കെ വന്ന് എല്ലാവരും പറഞ്ഞ്, സാരമില്ല നിങ്ങൾ നാട്ടിൽ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു അരമണിക്കൂറിനുള്ളിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് അമ്മേനെ ഒന്ന് അമ്മയെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി എന്നോട് സംസാരിച്ചില്ല. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് കേട്ടോ. എന്തെന്നാലും വാ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നൊരു ലേഡിയാണ്. അപ്പം ഞാനാണെങ്കിൽ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ സംസാരിച്ചില്ല എൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് വല്യമ്മ, അതായത് അച്ഛൻ്റെ പെങ്ങൾ, എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ വല്യമ്മ പറഞ്ഞു, മോളെ അമ്മ പിന്നെ സംസാരിക്കൂട്ടാ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അത്ര കാര്യങ്ങൾ നന്നായി അല്ല പോകുന്നതെന്ന്. അപ്പം ഞാൻ വലിയോട് പറഞ്ഞു, എൻ്റെ അച്ഛനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറയണം, അല്ലാതെ ഞാൻ നാട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റൂല. അന്ന് വല്യമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, മോളെ അച്ഛൻ പോയെന്ന്. ആ ഒരു വാക്ക് ഇന്നും എൻ്റെ ചെവിയിൽ വരുന്നുണ്ട്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല കേട്ടോ. ഒരു മൂവിയിൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇനി ഈ ലോകത്ത് ഞങ്ങൾ എന്തൊക്കെ തന്നെ നേടിയാലും ഞങ്ങളുടെ അച്ഛൻ്റെ വേർപാട് ഞങ്ങൾക്ക് എന്നും ഒരു നോവ്.